അത് ജസ്റ്റ് മറ്റേ നമ്മുടെ ഇൻകേം അതൊരു വൈറൽ സോങ് ആണല്ലോ. അതെ അതെ, അതിന്റെ സ്റ്റാർട്ടിങ് പോർഷൻ, ആ ഹുക്ലിംഗ് ഞാനാണ് പാടിയിരിക്കുന്നത്. പിന്നെ അതല്ലാതെ വേറെ സോളും ഡ്യുവറ്റ്സ് ഒക്കെ കുറെ പാടിയിട്ടുണ്ട്. ആ ഹുക്ലിംഗ് നമുക്ക് വേണമെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഇത് ആണോ അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. തതികിണ തകജണു തതികിണ തകജണു തരികിട തദരിന തദിം ദിം ആനന്ദം തലവനി തലപ്പുക ఎదలను కలుపగ మొదలిక మొదలిక మళ్ళీ గీత గోవిందం. എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു ഇത് ശരിക്കും ഞാൻ തന്നെയാണോ പാടിയത്. നമ്മുടെ രമേശ് പിഷാരടി ചേട്ടനെ ചോദിച്ചേ എന്തെങ്കിലും ചെയ്തതാണോ, ശബ്ദം എന്താ ഇങ്ങനെ? ഓഹോ, അപ്പൊ ഇതാണല്ലേ തന്റെ ശരിക്കുള്ള ശബ്ദം. തിരിച്ചു വരുമ്പോ ശരിക്കും നമ്മളറിയില്ലേ ഒരു ബൂസ്റ്റൊക്കെ കുടിച്ച ആ ഒരു ഫീലിംഗ് ആണ്. പുതുമഴയായി ചിറകടിയായി ജനലരികിൽ കുറുകി വരും കുളിരലയായി മിഴി നനയും നിലവുകളിൽ പടവുകളിൽ കയറി വരും. നല്ല നല്ല പാട്ടുകൾ പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി, അങ്ങനെയാ പറയണത്. നമുക്ക് നല്ല പാട്ടുകൾ കിട്ടുക എന്ന് പറയുന്നതും ഒരു ബ്ലെസ്സിങ് ആണ്. വാതിലിൽ വന്നു കൈ നീട്ടുമോ ഇതുവരെ നീ കിനാവിനോരത്തെ പൂവേ, ഇനി അരികെ വിരിഞ്ഞേ നിൽക്കാമോ പൂവേ. ടോക്ക് ഫെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഒരുപാട് ഹിറ്റ് സോങ്സ് നമുക്ക് സമ്മാനിച്ച പ്ലേ ബാക്ക് സിംഗർ ദിവ്യ എസ് മേനോനാണ്. ദിവ്യയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടൊരു സോങ്ങാണ് തുടക്കം മാംഗല്യം തന്തുനാനേന. അത് ദിവ്യയാണ് പാടിയത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. ഹൗ ആർ യു? ഐ ആം ഗുഡ്. ഇപ്പോൾ ലുക്കിംഗ് സോ വെരി പ്രിട്ടി. താങ്ക് യു. എനിക്ക് തോന്നുന്നു ദിവ്യനെ കാണുമ്പോൾ തന്നെ ആ ഒരു ചിരി ഭയങ്കര രസമാണ്. ഭയങ്കര വാം ഒരു സ്മൈലാണ്. ചിത്ര ചേച്ചിയുടെ ഹ്യൂജ് ഫാനാണെന്ന് അറിയാം. അവിടെ നിന്നാണോ ഈ ചിരി ഇൻസ്പയർഡ് ആയത്? ചിരി ആദ്യമേ തൊട്ടുണ്ട്, ഇങ്ങനെയായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിത്ര ചേച്ചി കാണുമ്പോഴും ആ ഒരു ചിരിയാണല്ലോ. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ചിത്ര ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. ചിലവരിങ്ങനെ ചിലപ്പോ പറയാൻ എനിക്ക് കുറച്ച് നല്ല വൈറ്റ് സ്മൈലാണല്ലോ, അപ്പൊ ചിത്ര ചേച്ചിയുടെ മാരി നല്ല വൈഡ് ആണല്ലോ സ്മൈൽ, എനിക്കിഷ്ടാണെന്ന് പറയുമ്പോ അവര് പറയാറുണ്ട്. അങ്ങനെ ഒരു കോമൺ ഫാക്ടർ അത് കേൾക്കുമ്പോ എനിക്ക് സന്തോഷമാണ് ഭയങ്കരമായിട്ട്. അത് മാത്രമല്ല ചിത്രേച്ചിയുടെ പാട്ട് കേട്ട് കേട്ട് വളർന്നപ്പോ നമുക്ക് ചിത്രേച്ചിയുടെ ആ മാനറിസം എല്ലാം നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പതുക്കെ അതിങ്ങനെ വരും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ആ ചിരിയും തന്നിട്ടുണ്ട്. ഇപ്പൊ എന്തൊക്കെയാ പുതിയ പ്രൊജക്ട്സ് ഒക്കെ? ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയത് മൂൺ വാക്ക് എന്ന് പറഞ്ഞ സിനിമയില് അതിലത്തെ റേഡിയോ സോങ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്, അതാണ് റേഡിയോ സോങ്. നമുക്ക് അതന്നെ ഒരു 4 പുതിയ പാട്ടെല്ലാം കേൾക്കാം. കാണാൻ കൊതിക്കുന്നു കണ്ണായിരം, പറയാൻ വീതുമ്പുന്നു പദമായിരം. കാണാൻ കൊതിക്കുന്നു കണ്ണായിരം, പറയാൻ വീതുമ്പുന്നു പദമായിരം. നറുനിനവായിനുള്ളിൽ തളിരോർമകളിൽ ഒഴുകും പുഴയായി നാം ഒന്നായി, കുളിരലയായി ചിരിനുരയായി നാം. കാണാൻ കൊതിക്കുന്നു കണ്ണായിരം, പറയാൻ വീകുമ്പുന്നു പദമായിരം. കാണാൻ കൊതിക്കുന്നു കണ്ണായിരം, പറയാൻ വീതുമ്പുന്നു പദമായിരം. നല്ലൊരു എനിക്കൊരു മെലഡി. ഒരു റെട്രോ മൂഡാണല്ലോ ഫുൾ മൂവി. അപ്പൊ ആ സമയത്ത് റേഡിയോയില് വന്നിരുന്ന പാട്ടുകൾ, അതായത് അതിലത്തെ ഒരു ക്യാരക്ടർ ആളുടെ ഗേൾഫ്രണ്ടിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സീനാണ്. ന്യൂ കമേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു. അതെ അതെ, ഫുൾ ന്യൂ കമേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു. അമ്മയാണ് തോന്നുന്നില്ലേ ഗുരു പാട്ടിന്റെ? അമ്മയാണ് ഇൻസ്പിറേഷൻ. അമ്മ നന്നായി പാടിയിരുന്നു, എന്റെ ഗ്രാൻഡ് മദറും നന്നായി പാടിയിരുന്നു. അപ്പൊ അമ്മയാണ് ഫുൾ എൻകറേജ്മെന്റ് തന്നിരുന്നത്. അമ്മ പാട്ട് ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ കൂടെ പോയിരിക്കില്ലായിരുന്നു. അന്ന് ഞാൻ
പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് അന്ന് ഡാൻസാണ് പഠിച്ചിരുന്നത്. അന്ന് എനിക്ക് ഡാൻസ് പഠിക്കാനായിരുന്നു ഇൻട്രസ്റ്റ്. അപ്പോൾ അമ്മയുടെ പാട്ട് ക്ലാസ്സിൽ പോയി ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കൂടെ ഞാൻ വെറുതെ പാടും. അപ്പൊ അന്നേ അമ്മയുടെ മ്യൂസിക് ടീച്ചർ പറഞ്ഞു, മോൾക്ക് നല്ലോണം പാട്ടിന് ടാലന്റ് ഉണ്ട്, പാട്ടും കൂടിയും പഠിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പേരൻസ് ഇങ്ങനെ വെച്ചാൽ അവർ ഫോഴ്സ് ചെയ്യാറില്ല ഒന്നിനും. അപ്പൊ അന്ന് ഞാൻ ഡാൻസിന് ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് ശരി അവള് റെഡി ആവുമ്പോ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഒരു 7th ഒക്കെ ആയപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ പാട്ട് പഠിക്കാൻ തുടങ്ങി. അതായത് ഞാൻ നോർത്തിൽ പഠിക്കുന്ന സമയത്ത് അപ്പൊ എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് അവിടെ പഠിച്ചത് മൊത്തം നോർത്ത് അല്ല, ആദ്യം മാംഗ്ലൂർ ആയിരുന്നു. അപ്പോഴാണ് അമ്മയുടെ പാട്ട് ടീച്ചർ ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് അമ്മയടുത്ത് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മള് UP പോയി. അപ്പൊ അവിടെ ഈ ഭരതനാട്യം അതൊന്നും പഠിക്കാൻ സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് എന്തെങ്കിലും അവിടുത്തെ കോമൺ ഇവന്റ്സിന് സിനിമാറ്റിക് കളിക്കും എന്നല്ലാതെ വേറെ ഒഫീഷ്യലി ട്രെയിനിങ് ഒന്നും എടുക്കണ്ടായിരുന്നില്ല. അപ്പൊ സ്കൂളിൽ വെറുതെ ഒരു കോമ്പറ്റീഷൻ വന്നപ്പോ അമ്മ ഒരു പാട്ട് പഠിപ്പിച്ചെന്നു, ഞാനത് പോയി പാടി ഫസ്റ്റ് കിട്ടി. അപ്പൊ അതൊരു പഴയൊരു സ്കൂളിൽ നമുക്ക് കുറെ കാറ്റഗറി ഉണ്ടല്ലോ, ഫിലിം സോങ്സ് പാടില്ല, നോൺ ഫിലിമി സോങ്സ്. അപ്പൊ ക്രൈ എന്ന് പറഞ്ഞൊരു ആൽബം ഉണ്ടായിരുന്നു. അപ്പൊ അതിലത്തെ നല്ലൊരു പാട്ട്, എനിക്കിപ്പോ ആ പാട്ട് തന്നെ ഓർമ്മയില്ല. അന്ന് നമുക്ക് കാസറ്റ്സ് ആണല്ലോ, അപ്പൊ കാസറ്റിൽ ആ പാട്ട് കേട്ടപ്പോ ഓക്കെ സ്കൂളിന്റെ ആ കാറ്റഗറി ഫിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു പാട്ട്. അത് ജസ്റ്റ് കാസറ്റിൽ കേട്ട് പഠിച്ച്. അപ്പൊ അമ്മ ഇങ്ങനെ പഠിപ്പിച്ചു തന്നു, ഇതിങ്ങനെ ഇങ്ങനെ പാടണം, ചെയ്യണം. അപ്പൊ ഹിന്ദി അന്ന് എനിക്ക് അതർ ലാംഗ്വേജസ് ആയിരുന്നു കുറച്ചുകൂടി കംഫർട്ടബിൾ. നമ്മള് അതർ സ്റ്റേറ്റ്സിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട്, പിന്നെ നമ്മൾ KV പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഹിന്ദി, ഇംഗ്ലീഷും സാൻസ്ക്രിറ്റും ഇതുമാണ് കമ്പൽസറിയാണ്, നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഹിന്ദി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇതേമാതിരി തമിഴും പറഞ്ഞ ചെന്നൈയിൽ കുറച്ച് നാള് പഠിച്ചിട്ടുള്ളതുകൊണ്ട് തമിഴും ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പൊ അങ്ങനെ ആ പാട്ട് പഠിച്ച് അതിന് പ്രൈസ് കിട്ടിയപ്പോ ഇത് കൊള്ളാലോ, നമുക്ക് ഇതും പറ്റും എന്നുള്ളൊരു അപ്പൊ അതിനൊരു ഇൻട്രസ്റ്റ് വന്നു. പിന്നെ കറക്റ്റ് ചെന്നൈയിൽ വന്നു. ചെന്നൈ ഇസ് എ പെർഫെക്റ്റ് സ്പോട്ട്. നമുക്ക് ഈ കർണാട്ടിക് മ്യൂസിക്കിന്റെ ട്രെയിനിങ് കിട്ടാൻ പറ്റിയൊരു സ്ഥലമാണ്. അതെ അതെ, ഒരുപാട് നല്ല നല്ല ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ശകുന്തള ശേഷാദ്രി മിസ്സിന്റെ അടുത്താണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ മിസ് നല്ല ഏജ്ഡ് മിസ് ആയിരുന്നു. പക്ഷെ മാം എന്താന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിച്ചിരുന്ന വീട്ടില് എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിനോട് ഭയങ്കര ഇഷ്ടം വന്നു തുടങ്ങി. സാധാരണ ഇറ്റ്സ് ലിറ്റിൽ ടഫ്, അത് ഭയങ്കര ടെക്നിക്കൽ ആണല്ലോ. പക്ഷെ എന്റെ ഗുരുവിന്റെ ഒരു കഴിവ് തന്നെ പറയാം. മാം ആ നമ്മളെ പഠിപ്പിച്ചിരുന്ന രീതി കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കർണാട്ടിക് പഠിച്ചു തുടങ്ങി. പിന്നെ പാട്ടിലേക്കായി കുറച്ച് ഫോക്കസ്. ഡാൻസ് പിന്നെ വല്ലപ്പോഴും ജസ്റ്റ് ഒരു രസത്തിന് കളിക്കാന്നല്ലാതെ ഡാൻസിന്റെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് അങ്ങനെ പഠിക്കണമെന്ന് തോന്നിയില്ല. ഒന്നാമത് നമുക്ക് വേറൊരു കുഴപ്പമുണ്ട്. ഞാൻ മംഗലാപുരത്താണ് പഠിച്ചു തുടങ്ങിയത്. അവിടുത്തെ സ്റ്റൈല് വേറെയാണ്, ചെന്നൈയിലത്തെ സ്റ്റൈല് വേറെയാണ്, നമ്മുടെ നാട്ടിലത്തെ സ്റ്റൈല് വേറെയാണ്. അപ്പൊ ആ സ്റ്റൈൽസ് മാറുമ്പോ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായി. ലൈക്ക് ഒന്നും തന്നെ തുടങ്ങണം, മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ പിന്നെ എനിക്കെന്തോ പാട്ടില് നമ്മൾ പറയില്ലേ, നമ്മുടെ ഉള്ളിൽ ആ സാധനം ഉള്ളതുകൊണ്ട് അതിനോടൊരു ഇഷ്ടവും ഇൻട്രസ്റ്റും വന്നപ്പോ പിന്നെ ഡാൻസ് അങ്ങനെ പഠിക്കുന്നൊരു തോന്നല് വന്നില്ല. അപ്പൊ ഈ പാട്ട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ അച്ഛനും അമ്മയ്ക്കും ശരിക്കും പറഞ്ഞ ഇഷ്ടം ഞാൻ പാട്ട് പഠിക്കണം എന്നായിരുന്നു. ഡാൻസ് ഞാൻ ഇൻട്രസ്റ്റ്, ഞാൻ കളിക്കുന്ന കണ്ട് എല്ലാരും അവൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ വിട്ടുകൂടാന്ന് ചോദിച്ചാൽ അങ്ങനെ വിട്ടതാണ്. അവർക്ക് പാട്ട് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ടിന് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ വേഗം ഒക്കെ പാട്ട് പഠിച്ചോളൂ. അവരെന്റെ അടുത്ത് ആക്ച്വലി ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഒക്കെ പാട്ട് എടുത്തോളം കൊറേ പറഞ്ഞതാ. ഞാനാണ് വേണ്ട. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവര് പറഞ്ഞത് കേൾക്കായിരുന്നു. അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അതിന് ഫോക്കസ് ചെയ്ത് അങ്ങനെ പോണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോ അവരും ഓക്കെ. കർണാട്ടിക് ആണല്ലോ ആ സമയത്ത് പഠിച്ചത്. പക്ഷെ ഈ പറഞ്ഞവര് ഈ സ്ഥലങ്ങളും മാറുന്നോണ്ട് ഇങ്ങനെ കൊറേ ബ്രേക്ക് ആണ്. പഠിച്ചോന്ന് ചോദിച്ചാൽ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുമില്ല, എന്നാ പഠിച്ചിട്ടില്ല എന്ന് പറയാനും പറ്റില്ല. കൊറേ ഇങ്ങനെ നമ്മള് പഠിച്ചു പോയി. പക്ഷെ ഈ പറഞ്ഞ രീതിയിലല്ലോ സംഗീതത്തിന് ഒരു സ്റ്റോപ്പ് ഇല്ല. അതെ, നമ്മളത് പഠിച്ചുകൊണ്ടേയിരിക്കണം, കൊറേ ഉണ്ട് പഠിക്കാൻ. അപ്പോ പക്ഷെ അത് ഭയങ്കരമായിട്ട് ഈ ഫിലിം സിംഗിങ്ങിലേക്ക് വന്നപ്പോ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയി. അത് ശരിക്കും പറഞ്ഞ ഒരു ബേസ് മാതിരിയാണ്. കർണാട്ടിക് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഓവർ ദ ലോങ് റൺ. അപ്പൊ നമുക്ക് മനസ്സിലാവില്ല അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്. അതിന്റെ ഇടയ്ക്ക് കോളേജ് പഠിക്കുന്ന സമയത്തായിരുന്നു ആങ്കറിംഗും കൂടെ. അതെ അതെ, ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആദ്യം തൃശ്ശൂർ അവിടുത്തെ ഒരു ലോക്കൽ ചാനലില് നാട്ടിലേക്ക് വന്നു. അവിടെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ PGക്ക് ചേർന്നപ്പോഴാണ് ഇവിടെ മെയിൻ സ്ട്രീം ആയിട്ട് അങ്ങനെ ചാനലിൽ അങ്ങനെ തുടങ്ങിയത്. അത് മ്യൂസിക്കൽ ബേസ്ഡ് പ്രോഗ്രാം. അത്
ആങ്കറിംഗ് രീതിയിലല്ല പോയത്. ഞാൻ ആക്ച്വലി ഓഡിഷന് വേണ്ടി പോയതാ. അത് റിയാലിറ്റി ഷോസ് വന്ന സമയത്താണ് ഇങ്ങനൊരു ഷോ വരുന്നത്. അത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നോ കോമ്പറ്റീഷൻ, ജസ്റ്റ് എ പ്ലാറ്റ്ഫോം ഫോർ സിംഗിങ് എന്നുള്ള രീതിയിൽ ഒരു വേറൊരു കോൺസെപ്റ്റിൽ തുടങ്ങിയത്. അന്ന് ഐഡിയ സ്റ്റാർ സിംഗർ തുടങ്ങി ഭയങ്കര ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. എനിക്ക് ആ കോമ്പറ്റീഷൻ സ്പിരിറ്റ് അല്ല, അങ്ങനെയല്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് കിട്ടിയതുമാണ് ഫസ്റ്റ് ഐഡിയ സ്റ്റാർ സിംഗറിൽ. അപ്പോൾ ഓഡിഷൻ കിട്ടിയപ്പോ ആ സമയത്ത് എന്റെ കോളേജ് എക്സാംസ് ഫൈനൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവര് പറഞ്ഞു യു ഹാവ് ടു സ്റ്റേ ബാക്ക്, യു ഹാവ് ടു മിസ് 2 of your എക്സാംസ് ആണ്. അപ്പൊ ഞാൻ അക്കാഡമിക്സും കുറച്ച് നോക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ അയ്യോ എനിക്ക് അങ്ങനെ എക്സാം മിസ് ചെയ്തിട്ട് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ സംവെയർ ഐ ഫെൽറ്റ് ഐ എം നോട്ട് ഫിറ്റൻ ഫോർ ഇറ്റ്. അത് ഒന്നെങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ ഫുൾ ഫോക്കസ് ചെയ്ത് എല്ലാം കളഞ്ഞ് അതിന് വേണ്ടി പോണം. ഞാനിങ്ങനെ ഡബിൾ മൈൻഡിലാണ് നിൽക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു വേണ്ട, നമുക്കത് പറ്റില്ല എന്നൊരു തോന്നല് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ വേണ്ട, ട്രൈ ചെയ്ത് നോക്കി, കിട്ടി. ഐ ഫെൽറ്റ് ഓക്കെ, മേ ബി ഇറ്റ്സ് നോട്ട് മെന്റ് ഫോർ മീ, വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ട്രൈ ചെയ്തില്ല. പിന്നെ ആങ്കറിംഗിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ആ സമയത്താണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോ എനിക്ക് മെയിനായിട്ട് പാടാനുള്ളൊരു വേദി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ആ ഭയങ്കര കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ ഫസ്റ്റ് ആവണം ആ ഒരു സാധനം ഇല്ല. അറ്റംപ്റ്റ് ചെയ്യാം. അപ്പൊ സ്കൂളിലും ഞാൻ എല്ലാം കോമ്പറ്റീഷനും പോയിരുന്നു, ഫസ്റ്റ് പ്രൈസ് കിട്ടണം അങ്ങനെ ഒരു ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാ, ട്രൈ ചെയ്യാ എന്നുള്ള ഒരു ഇതായിരുന്നു. അത് എത്ര വർഷം ഉണ്ടായിരുന്നു ആങ്കറിംഗ്? അത് ഞാൻ 6 yearsോളം ചെയ്തു. റെയിൻ ഡ്രോപ്സ്. ആദ്യം ഗാനമേള എന്ന് പറഞ്ഞൊരു ഷോ ആയിരുന്നു. അത് പ്രൈം ടൈം ഷോ ആയിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞ ഇങ്ങനെ വേദി എല്ലാം കുറെ ന്യൂ സിംഗേഴ്സിന് ഓപ്പർച്യൂണിറ്റി. അപ്പൊ അന്ന് ഓഡിഷൻ ചെയ്തപ്പോ അവര് ഫോണിൻ പ്രോഗ്രാമാണ്, ക്യാൻ യു പിക്ക് അപ്പ് എ കോൾ എന്ന് പറയുമ്പോൾ ഞാൻ 6 months ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ACVയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവര് പറഞ്ഞു എന്നാ then you can do that. അപ്പൊ അങ്ങനെ ഞാൻ സിംഗറായിട്ട് പോകാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ബോണസ് ഇത് വന്നു. അന്നത്തെ കാലത്ത് അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. കാരണം നമ്മളും വെയിറ്റ് ചെയ്യുന്നു കോളിൽ കിട്ടില്ല, ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ഒരു പാട്ട് പറഞ്ഞ് നമ്മളെ പാട്ട് സ്ക്രീനിൽ കൂടെ കാണുക ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. നമ്മുടെ ഇത് ചാലഞ്ച് എന്താ വെച്ചാൽ അവര് പറയുന്ന സോങ് നമ്മൾ പാടുക എന്നുള്ളത്, നമ്മള് ലൈവായിട്ട് പാടിക്കൊടുക്കായിരുന്നു അത്. അപ്പൊ അതും ഒരു രസമുള്ള കാര്യമായിരുന്നു. നമ്മള് ഏകദേശം കുറെ പാട്ടുകളൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് അവര് പിക്ക് ചെയ്യുന്നത് ഏതാ പിക്ക് ചെയ്യാന്ന് നമുക്കറിയില്ല. അപ്പൊ അത് രസമായിരുന്നു. അത് അങ്ങനെ ഞാൻ കുറെ മലയാളം പാട്ടുകൾ പഠിച്ചു. അന്ന് എനിക്ക് മലയാളം പാട്ടുകളിനെ കുറിച്ചൊരു നോളജ് ലിമിറ്റഡ് ആയിരുന്നു. എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള പാട്ടുകൾ മാത്രം പഠിക്കുക എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഷോ ചെയ്യുമ്പോൾ കുറെ പാട്ടുകൾ അറിയണല്ലോ. അപ്പൊ അങ്ങനെ കുറെ പാട്ടുകൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ് ഞാൻ പഠിച്ചത് മലയാളം പാട്ടുകൾ. അതുവരെ എനിക്ക് ഹിന്ദിയും തമിഴും ആയിരുന്നു കൂടുതൽ നമ്മൾ കേൾക്കുന്നത്. അതാണ്. ആ സമയത്ത് ആൽബം സോങ്സ്, ഡിവോഷണൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സൈഡ് ബൈ സൈഡ് നടക്കണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ കോഫി അറ്റ് MG റോഡിൽ അങ്ങനെയാണ് പാടുന്നത്. ഷാൻ റഹ്മാൻ അതിൽ കണ്ടിട്ട് പെർഫോം ചെയ്യണ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ ആൽബത്തിൽ പാടാൻ വേണ്ടി വിളിക്കുന്നത്. ഫസ്റ്റ് പാട്ട്. അത് കഴിഞ്ഞ് പിന്നെ സിനിമകളിലേക്ക്, പിന്നെ അവരുടെ സിനിമകളിലൊക്കെ പാടി. ഫസ്റ്റ് സിനിമ ഈ പട്ടണത്തിൽ ബദൽ ഗ്രൂപ്പ് സോങ് ആയിരുന്നു. പ്രദീപ് പള്ളുരുത്തി ചേട്ടന്റെ പാട്ടില് മറ്റേ അടിപൊളി പൂവ് എന്ന് പറയുന്ന പാട്ടുണ്ട്. അതില് ഗ്രൂപ്പായിട്ട് പിള്ളേരെല്ലാരും ഞാനും വേറൊരു ഫീമെയിൽ സിംഗർ ഉണ്ടായിരുന്നു, പിന്നെ 2 കുട്ടികളും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ തട്ടത്തിന് പറയുന്നത് അതൊരു സോളോ സോങ് ആയിരുന്നു. അതെ ടൈറ്റിൽ സോങ് ആയിരുന്നു. ഓക്കെ, സ്റ്റാർട്ടിംഗിൽ വരുന്നത്. അതെ ടൈറ്റിൽസ് കാണിക്കുമ്പോൾ സോങ്. അങ്ങനെ അത് പിന്നെ കണ്ടിന്യൂ. ആ സോളോ സോങ് പാടുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അത് അറിയായിരുന്നു അത് സിനിമയ്ക്ക് വേണ്ടിട്ട് പാടുന്നതാണെന്ന്? അത് അവര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഇന്ന സിനിമയാണ് എന്നുള്ള എല്ലാം. പിന്നെ നമുക്ക് സിറ്റുവേഷനും അതെല്ലാം പറഞ്ഞു തരുമല്ലോ അവര്. അപ്പൊ അങ്ങനെ അതായിരിക്കും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് സോളോ പാടുന്ന സിനിമയ്ക്ക് വേണ്ടിട്ടല്ലേ? അതെ സിനിമയ്ക്കുള്ള സോളോ ഡെബ്യൂ അതാണ്. അതെങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഒരു സിനിമയ്ക്ക് വേണ്ടി സോളോ പാടുക എന്ന് പറയുന്നത്? ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ അത്രയും നാളും ഇവരെ ഇങ്ങനെ സ്ക്രീനിലും അല്ലാതെ നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ട് ആ ഒരു ആരാധനയൊക്കെ ഉണ്ട്. അപ്പൊ മറ്റേ കോഫി ടൈം MG റോഡില് വിളിക്കുമ്പോ തന്നെ ഒരു പരിചയമായി. പിന്നെ അവരുടെ ഒരു സെഷൻ വിനീതേട്ടനും ഉണ്ടാവും റെക്കോർഡിംഗ് സമയത്ത്. ഹീസ് വെരി പെർട്ടിക്കുലർ. ആളുടെ മൂവീസ് ആണെങ്കിലും എന്ത് വർക്ക് ആണെങ്കിലും എല്ലാത്തിലും നല്ലോണം ഇൻവോൾവ് ആവും. അതാണ് ആളുടെ എല്ലാത്തിലും നമുക്ക് ആ ക്വാളിറ്റി യു ക്യാൻ സീ ദാറ്റ്. അപ്പോ
നമ്മളിപ്പോ കുറച്ച് ടെൻഷൻ ആവാണ് എന്ന് കാണുമ്പോഴേക്കും പിന്നെ അവര് പിന്നെ അവിടെ തമാശയൊക്കെ പറയാൻ തുടങ്ങി, ഫുൾ മാറ്റും. പിന്നെ കുറച്ച് കഴിയുമ്പോ ഞാൻ റെക്കോർഡിങ് തന്നെയാണോ വന്ന്, അതിന്റെ ഇടയ്ക്കൂടെ അവര് പഠിച്ചെടുക്കും. അതാണ് രസം. അവര് അവരുടെ വർക്ക് മുഴുവൻ പഠിച്ചെടുക്കും, കൊറേ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിക്കും. നമ്മളൊരു വർക്കിന് വന്നിരിക്കാന്നുള്ള ഫീലിംഗേ വരില്ല. അപ്പൊ ഭയങ്കര രസം. അവരുടെ റെക്കോർഡിംഗ് സെഷന് പോവാന്ന് പറഞ്ഞാൽ കുറെ ഫൺ ഫിൽഡ് ആയിരിക്കും. നമ്മള് ഭയങ്കര എനർജറ്റിക് ആയിട്ട് വരും. തിരിച്ചു വരുമ്പോ ശരിക്കും നമ്മളറിയില്ലേ ഒരു ബൂസ്റ്റൊക്കെ കുടിച്ച ആ ഒരു ഫീലിംഗ് ആണ്. ആ ഒരു മൂവി ഫസ്റ്റ് തിയേറ്ററിൽ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമ്മള് മറ്റേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വിത്ത് ദ ക്രൂ ആണ് പോയി കണ്ടത്. അത് ലൈക് തിയേറ്റർ ഫുൾ ആയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇരിക്കാൻ സ്ഥലമില്ല. നമ്മൾ എന്നിട്ട് ആ മറ്റേ ഫ്ലോർ ഉണ്ടല്ലോ, നമ്മളെല്ലാരും അവിടെ ഇരുന്നിട്ടാ കണ്ടത്. ആൻഡ് ആ ഒരു ഫീൽ ഭയങ്കരം തന്നെയാണ്. ആ ക്രെഡിറ്റ്സിൽ നമ്മുടെ പേര് കാണുമ്പോഴും ഒക്കെ രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ആ പടം ഭയങ്കരമായിട്ട്. അതെ, നമ്മള് അവരത് ചെയ്യുമ്പോ നമ്മളിത് ഇങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടും, ആൾക്കാർ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും. ലവ് തീമുള്ള മൂവിയാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ കുറെ പുതിയ ആൾക്കാരും ഉണ്ട്, എങ്ങനെയാണ് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യാൻ പോണേന്നുള്ള അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് നമ്മള് കാണുന്നത് നിവിൻ പോളിനെ എല്ലാരും പൊക്കിയെടുത്ത് കൊണ്ടുവന്നത് അതൊക്കെ ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ഫസ്റ്റ് ഡേ തിയേറ്ററിൽ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാരും പൊക്കിയെടുത്ത് കൊണ്ടുപോകാണ്. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് മൂവീസില് മലർവാടി ആർട്സ് ക്ലബ്ബ് കഴിഞ്ഞ് ഇത് ചേഞ്ച്ഡ് ഹോൾ തിങ്. പിന്നെ ഈ തുടക്കം മാംഗല്യത്തിലോട്ട് എങ്ങനെ വന്നു ബാംഗ്ലൂർ ഡേയ്സിലേക്ക്? എന്നെ ശരിക്കും പറഞ്ഞാൽ ഗോപി സുന്ദർ സാറിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് സച്ചിൻ വാര്യറാണ്. അതായത് സച്ചിൻ ഒരു റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ഗോപി ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു കുറച്ച് ഹൈസ് ഒക്കെ പാടുന്ന ഏതെങ്കിലും ഫീമെയിൽ സിംഗേഴ്സിന് അറിയോന്ന് പറഞ്ഞപ്പോ സച്ചിൻ പറഞ്ഞു എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇങ്ങനെ പടത്തിലൊക്കെ പാടിയിട്ടുണ്ട്, ചേട്ടനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ട്രാക്ക് പാടാനാ പോയെ. തുടക്കമംഗലല്ല ഫസ്റ്റ് പാടുന്നത്. സൗണ്ട് തോമ എന്ന് പറഞ്ഞ ഫിലിമില് ശ്രേയാ ഘോഷലിന് പാടാനുള്ള പാട്ടിന്റെ ട്രാക്ക്. അപ്പൊ അന്ന് ചെന്നപ്പോഴേ പറഞ്ഞു ദിവ്യ അത് ഫൈനൽ ടേക്ക് അല്ല, ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് ശ്രേയാ ഘോഷലിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ട്രാക്കാണ്, ഐ ജസ്റ്റ് വോണ്ട് ട്രൈ യുവർ വോയിസ് എന്ന്. അപ്പോൾ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് വോയിസും പാടുന്ന സ്റ്റൈലൊക്കെ ഇഷ്ടമായി, വി വിൽ ഡെഫിനറ്റ്ലി വർക്ക് എന്ന് പറഞ്ഞു. ഒരു അടുത്ത ഏതെങ്കിലും ഒരു പടത്തിൽ നമ്മൾ എന്തായാലും വർക്ക് ചെയ്യുന്നു പറഞ്ഞ കാര്യത്തിന് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ആദ്യം നിക്കാഹ് എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി. അതിലാണ് ഫസ്റ്റ് പാടി. അത് ഇതേമാതിരി ഒരു സോളോ സോങ്ങാ പാടി. പിന്നെ ബാംഗ്ലൂർ ഡേയ്സിൽ പാടാൻ വേണ്ടി വിളിച്ചു. അപ്പൊ ഇങ്ങനെ അപ്പൊ സിറ്റുവേഷൻ ഒക്കെ ഒരുവിധം എല്ലാ പാട്ടുകൾക്കും നമുക്ക് സിറ്റുവേഷൻ പറഞ്ഞുതരും, സോ ദാറ്റ് വി കൻ അണ്ടർസ്റ്റാൻഡ് ദ മൂഡ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പൊ ഇങ്ങനെ ഇതാണ് സിറ്റുവേഷൻ, കല്യാണത്തിന്റെ മൂഡാണ്, കസിൻസ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു, നമ്മളെ എല്ലാരും എപ്പോഴും കാണുന്ന ഒരു, നമ്മുടെ എല്ലാ വീടുകളിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ. പെട്ടെന്ന് ആ സോങ് ആയിട്ട് കണക്ട് ആയി. പിന്നെ നസ്രീനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നസ്രിയാണ് അതെ 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 എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരൊക്കെയാണ് ഇതിലുണ്ടാവും, ഇവരൊക്കെയാണ് കസിൻസ്, നസ്രിയയുടെ വെഡിങ്ങിന്റെ സമയമാണ് പറഞ്ഞപ്പോ നൈസ്. അപ്പോ അങ്ങനെ പാടി. അപ്പൊ പാടി കഴിഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു ഓക്കെ ആയിട്ടുണ്ട്, ദേ ഹാവ് ലൈക്ഡ് ഇറ്റ്, നല്ലോണം മാച്ച് ആവുന്നുണ്ട് തന്റെ സൗണ്ട്. ആക്ച്വലി നസ്രിയയുടെ എനർജി ലെവലും ദിവ്യയുടെ സൗണ്ടും കൂടി ഭയങ്കരമായിട്ട് മാച്ച് ആവുണ്ടായിരുന്നു. എസ്പെഷ്യലി ആ ഒരു അവള് ഭയങ്കര എക്സ്പ്രഷൻസ് അല്ലേ, ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ ദിവ്യയുടെ സൗണ്ട് വരുന്നതും പെട്ടെന്നാണ് വരുന്നത് അല്ലേ, അവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തല്ലേ? കണ്ണാൽ ഞാൻ കള്ളത്താക്കോൽ തീർക്കും, വെള്ളിൽ പക്ഷിക്കൊപ്പം മേലെ വെണ്ണിൽ തേറും ഞാനും. കുറുമ്പ് കട്ടുറുമ്പ് കൂട്ടം നുഴഞ്ഞു കേറാതടച്ചു കെട്ടി എനിക്കവൻ ഒരുക്കി നൽകും ഒരു സ്വർഗം. തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തന്തുനാനേന. ആ ഒരു മോഡുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ എങ്ങനെയാ പുള്ളി പറഞ്ഞതാണോ അതോ അത് വന്നതാണോ? ചേട്ടൻ പാടി തന്നു, ഇതാണ് പാടാനുള്ള പോർഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് അല്ല പറഞ്ഞു എനർജറ്റിക് ആയിട്ട് പാടണം, എല്ലാരും ഒരു സെലിബ്രേഷൻ മൂഡിലാണ് എന്നൊക്കെ പറഞ്ഞു. മറ്റേ ഹ എന്നുള്ള സാധനം വേണം എന്ന് പറഞ്ഞു. സോഫ്റ്റ് ആയിട്ട് ദിവ്യ പറഞ്ഞു ഒന്ന് പാടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ പാടി ഇങ്ങനെ മതി. പിന്നെ ചേട്ടന് ഹീസ് വെരി സ്പെസിഫിക്. ആൾക്ക് എപ്പോഴും നല്ലൊരു പിക്ചർ ഉണ്ട്, എന്താണ് ആളുടെ പാട്ടിൽ ആൾക്ക് വേണ്ടതെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു സ്ട്രക്ചർ പറഞ്ഞുതരും. അപ്പൊ വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല വർക്കിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. ആള് അതിനെ കുറിച്ചൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതായത് ദേഷ്യപ്പെട്ടൊന്നുമല്ല പറയാ, പക്ഷെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ് ചേട്ടന്റെ വർക്ക്. അപ്പൊ നമുക്കറിയാം വാട്ട് ഹി വാണ്ട്സ് എന്നുള്ളത്
ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പിന്നെ എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ പറയും ഇവിടെ ഈ ഒരു സ്റ്റൈലാണ് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഹാന്ന് പറഞ്ഞ നസ്രിയുടെ എക്സ്പ്രഷനും ഈ ഹായും കിട്ടും ഭയങ്കര സിങ്ക് ആയിട്ട്. അതെന്തോ ദൈവത്തിനുണ്ടത് അങ്ങനെയായി. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഒരു ഇതേതായിരുന്നു അടുത്ത മൂവിയിൽ? ഇത് കഴിഞ്ഞിട്ടുള്ള കോൾ എങ്ങനെയായിരുന്നു? കമാര സംഭവം അത് കഴിഞ്ഞിട്ട് അല്ല, അത് കഴിഞ്ഞ് കുറച്ച് നാള് കഴിഞ്ഞിട്ടാണ്. ഇത് ഞാൻ 2014-2015 ആ സമയത്താണ് പാടുന്നത്. കമാര സംഭവം 2018 പാടുന്നത്. അത് എന്റെ ഒരു സത്യം പറഞ്ഞ ഒരു ഭയങ്കര ഫേവറേറ്റ് സോങ് ആണത്. അതെ, അത് ഈ പറഞ്ഞ മാതിരി അതില് ചേട്ടൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ദിവ്യ സ്ഥിരം പാടുന്ന സ്റ്റൈല് വേണ്ട, നമുക്ക് റോ സിംഗിങ് ആണ് വേണ്ട, ഇതേമാതിരി റെട്രോ ടൈമാണ് കാണിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഉള്ള ബ്യൂട്ടിഫിക്കേഷൻസ് ഒന്നും വേണ്ട. കർണാട്ടിക് സോങ്സ് ഒക്കെ എങ്ങനെയാ പാടുക ആ ഒരു സ്റ്റൈലില് ആ ഒരു രീതിയിൽ പാടിയാൽ മതി. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു നമ്മൾ കുറച്ച് ഹസ്കി ആക്കും, മോഡുലേഷൻസ് അതൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സൗണ്ടേ അല്ല കേൾക്കും. എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു ഇത് ശരിക്കും ഞാൻ തന്നെയാണോ പാടിയത്? നമ്മുടെ രമേശ് പിഷാരടി ചേട്ടനെ ചോദിച്ചേ എന്തെങ്കിലും ചെയ്തതാണോ, ശബ്ദം എന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ റോ ആയിട്ട് പാടിയത്. ഓഹോ, അപ്പൊ ഇതാണല്ലേ തന്റെ ശരിക്കുള്ള ശബ്ദം എന്ന് ഓപ്പൺ ആയിട്ട് ചേട്ടൻ ചോദിച്ചു. കർണാട്ടിക് സ്റ്റൈലൊന്ന് പാടിയതാണ് എന്ന് പറഞ്ഞു. ഒരു സിംഗറിനെ സംബന്ധിച്ച് ഇങ്ങനെ മാറി മാറി ടോൺസ് മാറ്റാന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. അത് ശരിക്കും പറഞ്ഞാൽ അതിന് വലിയൊരു താങ്ക്സ് ഗോപി ചേട്ടന്റെ അടുത്ത് തന്നെ പറയണം. അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് സോങ്സ് പാടാനുള്ള ഒരു അവസരം കൂടി നമുക്ക് കിട്ടണല്ലോ. നമുക്ക് സിംഗേഴ്സിന് ശരിക്കും പറഞ്ഞ വേഴ്സറ്റാലിറ്റി ഉണ്ട്, ഒരുവിധം എല്ലാ സിംഗേഴ്സിനും ഉണ്ട്. ബട്ട് നോട്ട് എവ്രി വൺ ഈസ് ലക്കി ടു ഗെറ്റ് ദറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ ഒരു സ്റ്റൈല് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നമ്മളെ ആ ടൈപ്പ് ഓഫ് സോങ്സ് പാടാൻ തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സ് മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും ഇവരുടെ ഏതൊക്കെ സ്റ്റൈലില് പാടിക്കാൻ പറ്റും. ഇപ്പൊ ഒക്കെ കുറെ പേരുണ്ട് അങ്ങനെ. പക്ഷെ ഒരു 75% ആൾക്കാരും ഈ പാട്ട് കേട്ട് ഓക്കെ ഈ സ്റ്റൈലിലുള്ള പാട്ട് പാടാന്ന് പറഞ്ഞു. അതിപ്പോ ആരെയും തെറ്റും പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളത് കേൾക്കുമ്പോ ഓക്കെ ഈ ഒരു സ്റ്റൈലില് പാടാൻ പറ്റുന്ന ഒരാള് അറിയാൻ വേണം ഈ സിംഗറിന് ഈ സ്റ്റൈൽ എടുക്കാൻ പറ്റുമോ. അല്ല, അത് കുറെ പേർക്കൊക്കെ അത് ജഡ്ജ്മെന്റ് കിട്ടും കേട്ടോ. അവർക്ക് കേൾക്കുമ്പോഴേക്കും ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇവർക്ക് ഏതൊക്കെ സ്റ്റൈല് പറ്റും എന്നുള്ളത്. അത് അവരുടെ ഒരു ഭയങ്കര ഒരു കഴിവാണ് ആ ഒരു അസസ്മെന്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഗോപി സുന്ദർ സാറിന് താങ്ക്സ് പറയണം. ഇവിടെ എല്ലാ റേഞ്ചും പിന്നെ എക്സ്പെരിമെന്റ് ചെയ്യാനും ധൈര്യമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ കുറെ ട്രാക്സും പാടിയിട്ടുണ്ട്. ലൈക്ക് പ്ലസ് ട്രാക്സ് മാത്രല്ല, ഫൈനൽ ആവണതല്ല, അല്ലാണ്ടും കുറെ ടൈപ്പ് സോങ്സ് എക്സ്പെരിമെന്റ് ചെയ്യാൻ, അത് ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരു ധൈര്യം എല്ലാരും ചിലപ്പോ കാണിക്കില്ല. അപ്പൊ ചേട്ടൻ എന്താന്ന് വെച്ചാൽ താൻ പാടി നോക്ക്, ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് വർക്ക്സ് ഗുഡ് ഫോർ യു എന്നുള്ള രീതിയിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പാട്ട് നോക്കാം, അങ്ങനെയുള്ള ഒരു രീതിയിലാണ്. നമുക്ക് ഈ കമാര സംഭവത്തിലെ പാട്ട് അതെന്തായാലും അത് ഡുവറ്റ് ആണ്. അപ്പൊ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഞാനോരാവോ ഇരുളു നീന്തി വന്നു, ആരും കാണാതകലെ കാത്തു നിന്നു, ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ നിന്നും ചാരേ നിന്നെ കൺപാർക്കുവാൻ, കണ്ണനേ കരിമുകിലംബരനേ മധുരാമൃത മുരളീരവ മഴയുടെ അണയു നീ, കണ്ണനേ കരിമുകിലംബരനേ മധുരാമൃത മുരളീധര നീലാംബുജ നയനനേ. അത് എത്ര പ്രാവശ്യം ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. അത് പെട്ടെന്ന് ഇപ്പൊ ഈ അടുത്താണ് വീണ്ടും വൈറലായത്. അത് ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള എല്ലാരും വിളിച്ച് കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്തു. ഒരുപാട് പേര് അല്ലെങ്കിൽ കേൾക്കാത്തൊരു സ്റ്റൈലില് ഇവയുടെ വോയിസ് കേൾക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വൈഡ് സ്പെക്ട്രമിൽ അത് അത്ര അങ്ങോട്ട് അറിഞ്ഞില്ല ആൾക്കാർ. കോമൺ പബ്ലിക് അത്ര അങ്ങോട്ട് അറിഞ്ഞില്ല ഈ പാട്ട്. പെട്ടെന്ന് ട്രെൻഡിങ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ആരോ ഒരു പോസ്റ്റ് ഇട്ടു, പിന്നെ എല്ലാരും റീൽ ചെയ്യുന്നു, കവർ സോങ്സ് ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ ആയപ്പോ പെട്ടെന്ന്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞ സന്തോഷമായി. അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു കുറച്ച് ലൈക് നമ്മൾ പാടാത്തൊരു സ്റ്റൈലിലുള്ള ഒരു പാട്ടും നല്ലൊരു പാട്ടും. അതൊരു നല്ല തമിഴ്. പിന്നെ അത് കഴിഞ്ഞിട്ട് തമിഴ് ഞാൻ പാടിയത് ഒരെണ്ണം നമ്മുടെ തുടക്കം മംഗല്യത്തിന്റെ തന്നെ തമിഴ്. പിന്നെ വേറെ ഡൽഹി ഗണേശൻ സാറിന്റെ മോന്റെ ഫസ്റ്റ് മൂവിയുടെ
ഒരു തമിഴ് സോങ്, അതും ഇതേമാതിരി ഡുവറ്റിനായിരുന്നു. Duet ആയിരുന്നു. തമിഴ് അധികം പാടിയില്ല. പിന്നെ ഞാൻ തെലുങ്കാണ് കുറച്ച് പാടിയിരിക്കുന്നത്. ഒരു 6 to 7 സോങ്സ് തെലുങ്കിൽ പാടിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ മലയാളി മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. അവിടുത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് ശ്രീറാമിന്റെ കൂടെ പാടിയിട്ടില്ലേ? അത് ജസ്റ്റ് മറ്റേ നമ്മുടെ ഇൻകേം അതിലോ അതൊരു വൈറൽ സോങ് ആണല്ലോ. അതെ അതിന്റെ സ്റ്റാർട്ടിങ് പോർഷൻ, ആ ഹുക്ക് ലിങ്ക് ഞാനാണ് പാടിയിരിക്കുന്നത്. പിന്നെ അതല്ലാതെ വേറെ സോളും ഡ്യുവറ്റ്സ് ഒക്കെ കുറെ പാടിയിട്ടുണ്ട്. ആ ഹുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഇത് ആണോ അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. തതികിണ തകജണു തതികിണ തകജണു തരികിട്ട തതരിന തതിം ദിം ആനന്ദം తలవని తలపుగ ఎదలను కలుపగ మొదలిక మొదలిక మళ్ళీ గీత గోవిందం ఇంకేం కావాలే చాలే చాలే నీకై నువ్వే వచ్చి వాళ్ళవే ఇకపై తిరణాలే గుండెల్లో నా వేగం పెంచవే గుమ్మంలోకి హోలీ తెచ్చవే నువ్వే పక్కం ఉంటే ఇంతేనేమోనే నాకొక్కో గంట ఒక్కో జన్మి మళ్ళీ పుట్టి చూస్తున్నానే. പാടിയ പാട്ടൊക്കെ ഇങ്ങനെ വൈറലാണ്. അതെ, നല്ല നല്ല പാട്ടുകൾ പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി, അങ്ങനെയാ പറയണത്. അതായത് നമുക്ക് നല്ല പാട്ടുകൾ കിട്ടുക എന്ന് പറയുന്നതും ഒരു ബ്ലെസ്സിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ അതിലൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അല്ല, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓരോ മീഡിയ വലുതായി വരുമ്പോഴും ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ആർട്ടിസ്റ്റ് ഓൺലി. നമുക്ക് ആർട്ടിസ്റ്റിന് നമുക്ക് നമ്മുടെ ടാലൻസ് ഷോക്കേസ് ചെയ്യാനുള്ള വെന്യൂസ് കൂടി വരികയാണ്. പണ്ട് നമുക്ക് TV മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനു മുമ്പ് റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആർട്ടിസ്റ്റിന് നമ്മളെ പോർട്രേ ചെയ്യാൻ കുറെ മീഡിയംസ് വന്നു. അത് നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന കാരണം ആ ഒരു ഐഡന്റിറ്റിയും കൂടെ ബുദ്ധിമുട്ടാവണം. അതിപ്പോ കുറച്ച് നാളായിട്ട് തന്നെ തുടങ്ങിയില്ല. നമ്മുടെ റിയാലിറ്റി ഷോ വന്നപ്പോ തൊട്ട് തന്നെ ഒരുപാട് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. സോ നമുക്ക് അതിലിപ്പോ ഒന്നും തെറ്റും പറയാൻ പറ്റില്ല. എവറിബഡി ഈസ് ഡിസേർവിംഗ്. അപ്പൊ ടാലന്റ്സിന് എല്ലാവർക്കും പല രീതിയിൽ അത് ഷോക്കേസ് ചെയ്യാൻ വെന്യൂസ് കിട്ടുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്ലാറ്റ്ഫോംസ് വരട്ടെ, ഒരുപാട് സിംഗേഴ്സ് വരട്ടെ. ഇൻഡിപെൻഡന്റ് ആയിട്ടും അതെ, ഇൻഡിപെൻഡന്റ് സോങ്സിനും ഇപ്പൊ ഒരുപാട് ആക്സെപ്റ്റൻസ് വന്നു തുടങ്ങി, വിച്ച് ഇസ് ഓൾസോ ഗുഡ്. ഇപ്പൊ ചിലവർക്ക് ഈ പറഞ്ഞ ഒരു ഫിലിം സോങ്ങിനോട് മാത്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്ത് നിൽക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അവർ പണ്ടും ഉണ്ടായിരുന്നു. അന്ന് അവർക്ക് ഈ പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോംസ് ഇല്ല അവരുടെ ഒരു ടാലന്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ നൗ ദാറ്റ് ഹാസ് ഓൾസോ ഹാപ്പൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മ്യൂസിക് ഇൻഡസ്ട്രിയുടെ ഒരു എക്സ്പാൻഷൻ ഫേസ് തന്നെയാണ്. അത് ഫിലിം സോങ്സ് മാത്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്യാണ്ട് ഇപ്പൊ എത്രയോ ഇൻഡിപെൻഡന്റ് സോങ്സ് ഭയങ്കര ട്രെൻഡിങ് ഭയങ്കരമായിട്ട് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് സ്റ്റേജിൽ പെർഫോം ചെയ്ത ആൾക്കാർ കൂടെ പാടുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു മാറ്റാണ്. കവർ സോങ്സ് കുറെ ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു കവർ സോങ്സിലൊക്കെ ആ ഒരു മൂഡും എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഓരോന്നിനും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അതെങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു പാട്ട് കേൾക്കുമ്പോ തന്നെ നമുക്ക് ആ ഇമോഷൻസ് എവിടെ നിന്നൊക്കെയോ ഇറ്റ് ഗെറ്റ്സ് കമ്മ്യൂണിക്കേറ്റഡ്. ചില സമയത്ത് ഇപ്പോൾ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ വളരെ സ്ക്രാച്ച് ഫോമിലായിരിക്കും ചിലപ്പോൾ നമുക്ക് പാട്ട് കിട്ടുന്നുണ്ടാവുക. ഫുൾ ഓർക്കസ്ട്രേഷൻ ചിലപ്പോൾ ഫുൾ ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഹമ്മും മാത്രമേ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് ലിറിക്സ് വന്ന് പിന്നെ റീഡു ചെയ്യായിരിക്കും. അങ്ങനെയും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് ജസ്റ്റ് നന്ന പാടുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു ഇമോഷൻസും ലൈക്ക് ഭയങ്കര ലൈറ്റ് ആയിട്ട് ജസ്റ്റ് ഒരു ഗിറ്റാറിന്റെ സ്ട്രിങ്സും കോഡ്സും മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോ. പക്ഷെ നമുക്ക് ഇത് ചിലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ജസ്റ്റ് ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരും. ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഇമേജസ് ഒക്കെ വരും. ഇങ്ങനെ ആയിരിക്കും ചിലപ്പോ. അത് കഴിഞ്ഞ് നമ്മൾ സ്ക്രീനിലെ പാട്ടാണ് ഞാൻ നോക്കും മനസ്സിലാക്കി വരും ഇതൊക്കെ ശരിയാണ്. ലൈക്ക് ഒരു 70% 75% അതുപോലൊക്കെ തന്നെ ആയിരിക്കും വരാറ്. സോ ദാറ്റ്സ് എ പവർ ഓഫ് മ്യൂസിക് ഐ വുഡ് സേ. നമുക്ക് ആ കേൾക്കുമ്പോൾ ചില ഫീലുകളൊക്കെ വരും. ഇത് പറഞ്ഞ മാതിരി കവർ ചെയ്യുമ്പോൾ പാട്ടുകൾ ഒന്നാമത് നമ്മൾ കവർ എടുക്കുന്ന പാട്ടുകൾ തന്നെ ഒരുവിധം നല്ല സോങ്സ് ആയിരിക്കും. അത് പാടിയിട്ടുള്ള ആൾക്കാർ ഓരോരുത്തരും അതിന്റെ കമ്പോസർ, ലിറിസിസ്റ്റ്, സിംഗേഴ്സ് എല്ലാവരും ലെജൻഡറി സിംഗേഴ്സ് ആയിരിക്കും. അവരുടെ കോൺട്രിബ്യൂഷൻ ആണ് നമുക്ക് ആ ഇമോഷൻസും ആ എക്സ്പ്രഷൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ടെക്സ്റ്റ് ബുക്ക് മാതിരിയാണ്. നമുക്ക് ഫുൾ കണ്ടന്റ് കിട്ടും. ദാറ്റ് ഹെൽപ്സ്. ആ സോങ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫുൾ കമ്മ്യൂണിക്കേഷൻ തരുന്നത്. ഓഫ് സ്ക്രീൻ ദിവ്യ എങ്ങനെയാണ്? ഇപ്പൊ ഓൺ സ്ക്രീൻ ദിവ്യ അല്ലാണ്ട് ഓഫ് സ്ക്രീൻ ദിവ്യയുടെ ഒരു ഡേ ഓഫ്
ലൈഫ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അങ്ങനെയൊക്കെ ചോദിച്ചാൽ വെരി നോർമൽ ലൈഫ്. അല്ല കമന്റ് ഭയങ്കര ക്വയറ്റ് ആയിട്ടിരിക്കുന്ന അതോ ലൈക്ക് ഫുൾ ഓഫ് ലൈഫ് പോലെ അങ്ങനെ? അങ്ങനെ ഡെയിലി റൂട്ടീൻസ് ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര ഇങ്ങനെ ലൈവ്ലി അങ്ങനെയൊന്നുമില്ല, നോർമലാണ്. റെക്കോർഡിങ്സ് ഇല്ലാത്ത ദിവസം അങ്ങനെ ഡേ ടു ഡേ കാര്യങ്ങൾ. അല്ലാത്ത ഞാൻ പണ്ട് സ്കെച്ചിങ് ഒക്കെ ചെയ്തിരുന്നു, പിന്നെ ജ്വല്ലറി മേക്കിംഗ് ചെയ്തിരുന്നു. ജ്വല്ലറി മേക്കിംഗ്. പിന്നെ മോള് ചെറുതായപ്പോ പിന്നെ ഞാൻ പതുക്കെ നിർത്തി. ഒരു ഉണ്ടായിരുന്നല്ലോ ഒരു ബ്രാൻഡിങ് എന്തായാലും ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ജിംഗിൾസ് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ഈ പറഞ്ഞ മാതിരി എക്സിബിഷൻസ് ഒക്കെ ചെയ്തു. പിന്നെ മോളൊക്കെ ആയി കഴിഞ്ഞപ്പോ ആള് കുറച്ച് അത്യാവശ്യം കുറുമ്പി ആയതുകൊണ്ട് അതെല്ലായിടത്തും മുകളിലേക്ക് വെച്ചു. എല്ലായിടത്തും വായിലിടുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ കുറെ ബീഡ്സും കുറെ കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാവും. അത് കുറച്ച് ഡേഞ്ചറസ് ആണ്. അപ്പൊ ആളുടെ കയ്യില് വരണ്ട എന്ന് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് മാറ്റി വെച്ചപ്പോ ചെറിയ രീതിയിൽ മടിയും വന്നു. അതെന്ന് വെച്ചാൽ നമ്മള് അതിനു വേണ്ടി ഫുള്ളായിട്ട് കുറച്ചു നേരം ടൈം ഇൻവെസ്റ്റ് ചെയ്യണം അത് ചെയ്യാൻ വേണ്ടിട്ട്. ചാർലിയിൽ അതേപോലത്തെ ഒരു സോങ് നല്ല ട്രാക്ക് പാടിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? അത് ഏതായിരുന്ന പാട്ട്? അത് പുതുമഴയായി. ഞാനും ശ്രേയ ഘോഷലും. അതായത് എന്റെ അടുത്ത് ആദ്യം പാടിയപ്പോ പറഞ്ഞു ഇത് ചിലപ്പോ ട്രാക്ക് ആവും, ബിക്കോസ് അവര് ശ്രേയ ഘോഷലിനെ കൊണ്ട് പാടിപ്പിക്കണം എന്നുള്ള ഒരു കാര്യം പറയും. ദാറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞു. പാടി കഴിഞ്ഞ് അവര് ഷൂട്ട് ചെയ്യണ സമയത്ത് ഫുൾ യൂസ് ചെയ്തത് ഞാൻ പാടിയിട്ടുള്ള വേർഷൻ വെച്ചിട്ടാണ് അവര് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഇവര് സ്ഥിരമായിട്ടത് കേൾക്കുന്നുണ്ട്. അപ്പോ ഫുൾ ക്രൂ മെമ്പേഴ്സിന് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ശ്രേയാജി പാടി കഴിഞ്ഞപ്പോഴും അവര് പറഞ്ഞു ഇതും അതുപോലെ ഭയങ്കര രസമുണ്ടല്ലോ, നമുക്ക് ഇതും കൂടി വെക്കാം, ഇത് കളയണ്ട, ഇതും കൂടി നമുക്ക് വെക്കാം പറഞ്ഞു. അപ്പൊ എന്നിട്ട് അവരെല്ലാവരും നേരിട്ട് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ഓഡിയോ ലോഞ്ചിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പോയ സമയത്ത് അവരെല്ലാവരും പറഞ്ഞു എനിക്കിത് ഇവിടെ വേർഷൻ ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അതായത് ഒരാൾക്കല്ല, എവ്രി വൺ ഫ്രം ദ ക്രൂ യുനാനിമസ്ലി പറഞ്ഞു ഇത് ഭയങ്കര രസമുണ്ടെന്നു. പക്ഷെ എനിക്കത് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ശ്രേയാജി അത് പാടിയിരിക്കണു കമ്പാരിസൺ എന്തായാലും വരില്ലോ. ഈശ്വര, ആൾക്കാർ ഇത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും, ഇത് ബാക്ക് ഫയർ ചെയ്യോ, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോഴും ഈ പറഞ്ഞ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാരും പേഴ്സണലി കുറെ പേര് മെസ്സേജ് ചെയ്തു ഇവിടെ വേർഷനും ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ആ പാട്ടിന്റെ ഒരു പുതുമഴയായി ചിറകടിയായി ജനലരികിൽ കുറുകി വരും കുളിരലയായി മിഴി നനയും നിനവുകളിൽ പടവുകളിൽ കയറി വരും പകലൊളിയായി ഇന്നേതൊരജ്ഞാത നവസൗരഭം എൻ വാതിലിൽ വന്നു കൈനീട്ടുമോ ഇതുവരെ നീ കിനാവിന്നോരത്തെ പൂവേ ഹേ ഇനി അരികെ വിരിഞ്ഞേ നിൽക്കാമോ പൂവേ ഹേ. നല്ലൊരു റൊമാൻറ്റിക് സോങ്. സ്റ്റേജ് ഷോസ് ഒക്കെ കുറെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് പോയ സ്ഥലം ഏതായിരുന്നു? ഇപ്പൊ ലാസ്റ്റ് ഞാൻ പോയത് ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂരിൽ. സൗദി അറേബ്യയില് പോയത് അത് ഏപ്രിലാണ് ഞാൻ പോയത്. ഏപ്രിലാണ് പോയതല്ലേ? അതൊരു വലിയ ഇവന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞ. അതിൽ അർമാൻ മലിക്കും ജാവേദ് അലിയും അങ്ങനെ കുറെ ലൈക്ക് ഹോൾ ഇന്ത്യയിലത്തെ എല്ലാം നല്ല ആർട്ടിസ്റ്റും കൂടിയിട്ടില്ല. അപ്പൊ സൗത്ത് സൈഡിന്ന് നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നു. ഒരു 4-day ഇവന്റ് ആയിരുന്നു. അതിൽ 2 ദിവസം ഉണ്ടായിരുന്നു. അതൊരു ഹ്യൂജ് ക്രൗഡായിരുന്നു. അത് ഗവൺമെന്റ് നടത്തുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. മോർ ദാൻ 70,000 ആൾക്കാരുണ്ടായിരുന്നു ഷോ കാണാൻ വേണ്ടിട്ട്. എവറി ഡേ ഓപ്പൺ വലിയ സ്റ്റേജ് ആയിരുന്നു. നല്ല പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസമുള്ള ഒരു ഇവന്റ് ആയിരുന്നു. വെരി വെൽ ഓർഗനൈസ്ഡ്, എല്ലാം നല്ല രസമുള്ളൊരു ഇവന്റ് ആയിരുന്നു. പിന്നെ ക്രൗഡിന് ശരിക്കും പറഞ്ഞാൽ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരേ ഉണ്ടായിരുന്നല്ലോ മലയാളീസ്. പക്ഷെ അവര് എല്ലാ പാട്ടുകളും ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു, അവര് ഭയങ്കര ഹാപ്പിയാണ് നമ്മളെ ആർട്ടിസ്റ്റിനെ കാണാൻ വേണ്ടിട്ട്. ഇപ്പൊ ഈ അടുത്താണല്ലോ അവിടെ എന്റർടൈൻമെന്റ് കുറച്ചൊന്ന് ആക്റ്റീവ് ആയിട്ട്. സോ ദ വെരി ഹാപ്പി ടു സീ ആർട്ടിസ്റ്റ്. ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. അവർക്ക് അറിയാത്ത പാട്ടാണെങ്കിൽ പോലും അവർ അതിന്റെ കൂടെ അവർക്ക് പറ്റുന്ന മാതിരിയൊക്കെ നമ്മളെ എൻകറേജ് ചെയ്യുക. അപ്പൊ ഭയങ്കര രസമുള്ളൊരു, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇവരെ ഇങ്ങനെ നമ്മുടെ മലയാളം പാട്ടുകൾ ഉള്ളുലേരെയൊക്കെ പാടുമ്പോൾ അവർക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ. ഈവൻ ഞാൻ ഈ പുതുമഴയായി പാടിയിട്ടുണ്ടായിരുന്നു. അതിനും ആൾക്കാർ ഭയങ്കര ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ക്രൗഡ് എല്ലാം എല്ലാ ക്രൗഡും ഉണ്ടായിരുന്നു. എല്ലാം ക്രൗഡും ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാം, മലയാളികൾ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കൂടുതലും ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.
രസമുള്ളൊരു എക്സ്പീരിയൻസ് പിന്നെ എവിടേക്കാ പോയിട്ടുണ്ട്? ഞാൻ ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്, പിന്നെ അമേരിക്കയിൽ പോയിട്ടുണ്ട്, സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടുണ്ട്, പിന്നെ നമ്മുടെ അറബ് കൺട്രീസ് ഒരുവിധം എല്ലാം ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ടുകൾ അപ്പൊ എങ്ങനെയായിരിക്കും? ദിവ്യയുടെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്താ? എങ്ങനത്തെ പാട്ടുകളാ? കൂടുതലും മെലഡി തന്നെയാണ് കേൾക്കാറ്. ബിക്കോസ് നമ്മള് ശരിക്കും പറഞ്ഞത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കാറിൽ പോകുമ്പോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോ കുറച്ച് അപ്ബീറ്റ് സോങ്സ് കേൾക്കാൻ ഇഷ്ടം. അപ്പൊ കുറച്ച് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ. പിന്നെ ഈവനിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ദർ ആർ ടൈംസ്, അത് ഓരോ സമയത്ത് നമ്മുടെ മൂഡ് പോലെ ആയിരിക്കും. ഇപ്പൊ ഇഫ് ദ ഹോൾ ഡേ ഹാസ് ബീൻ വെരി ബിസി, അപ്പൊ പാട്ട് കേൾക്കുമ്പോ കുറച്ച് സമാധാനമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള, മോർണിംഗ്സ് ആണെങ്കിൽ കുറച്ചൊരു ഭക്തി മൂഡൊക്കെ പോകും. ഒന്നെങ്കിൽ ഡിവോഷണൽ സോങ്സ്, അല്ലെങ്കിൽ പറയും മെഡിറ്റേറ്റീവ് സോങ്സ് ഒക്കെ. ഇപ്പൊ നമുക്ക് കുറെ സോഴ്സസ് ഉണ്ടല്ലോ കേൾക്കാൻ. പണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാസറ്റോ അല്ലെങ്കിൽ CD മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എവറിത്തിങ് ഇസ് ജസ്റ്റ് വൺ ക്ലിക്ക്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ജസ്റ്റ് കീവേഡ്സ് മാത്രം അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ അങ്ങനത്തെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ മൂഡ്, ഇറ്റ് കീപ് ചേഞ്ചിങ്. ഇപ്പൊ എപ്പോഴും ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് പാട്ടൊക്കെ കേൾക്കണമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വെസ്റ്റേൺ കേൾക്കും, ചില സമയത്ത് വെസ്റ്റേൺ സോങ്സ് കേൾക്കാൻ ഒരു മൂഡ് വരും. അവർ എന്തൊക്കെ മോഡുലേഷൻസ് ചെയ്യുന്നത്, അത് ഭയങ്കര ഒരു ലേണിംഗ് ഫേസ് മാതിരിയാണ്. അതായത് വെറുതെ കേൾക്കണതല്ല, അവരിത് എങ്ങനെയാ ചെയ്യുന്നത്. ബിക്കോസ് അവര് കുറെ കൈൻഡ്സ് ഓഫ് മോഡുലേഷൻസ് ചെയ്യും, യോഡ്ലിങ്ങും. പിന്നെ അല്ലാണ്ട് തന്നെ അവരുടെ ഫുൾ വെസ്റ്റേൺ സിംഗിങ് തന്നെ കുറച്ച് ഡിഫറെന്റ് ആണ്, നമ്മുടെ പോലെയല്ല. അവർ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യും. ആൻഡ് ഇറ്റ്സ് നോട്ട് വെരി ഈസി ഓൾസോ. അപ്പൊ അതിങ്ങനെ ചിലപ്പോ ഇങ്ങനെ കേട്ട് ഒബ്സർവ് ചെയ്യാൻ നോക്കും അവരത് എങ്ങനെയാണ് ഇംപ്ലൈ ചെയ്യണേ എന്നുള്ളത്. ട്രാവലിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലോ കണ്ടു കാസ് ഭയങ്കര ക്രേസ് ആണോ, ഡ്രൈവിംഗിന്റെ ആണോ? കാസ് അങ്ങനെ ഭയങ്കര ക്രേസ് ഒന്നുമല്ല, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്. കാറിന്റെ എന്തൊരു വീഡിയോയില് ഞാൻ കണ്ട പോലെ തോന്നി. കാറ് ഓടിക്കാൻ ഇഷ്ടമാണ്. പണ്ട് കുറെ അത്യാവശ്യം ദൂരെ പോണം എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഓടിച്ചു പോയിരുന്നു. ഇപ്പൊ കുറച്ച് ഇൻട്രസ്റ്റ് കുറവ്, മടി പിടിച്ചടങ്ങി. ഇപ്പൊ സൈഡിൽ ഇരുന്നാൽ മതി, ആരെങ്കിലും ഓടിക്കുകയാണെങ്കിൽ ഹാപ്പി. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് ഓടിക്കാനും ഇഷ്ടം. അതായത് സോളോ ട്രിപ്പ് പോവാൻ ഇഷ്ടമാണ്. സോളോ ട്രിപ്പ് പോവാൻ ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ ഫുള്ളൊരു ധൈര്യമില്ല. പോണെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അല്ല, അത്രയും അതിനെ കുറിച്ച് അത്യാവശ്യം ബോധം കൂടി വേണം. അവര് പറഞ്ഞ എന്ത് ധൈര്യത്തിൽ നിന്നെ വിടും, പോയാൽ തിരിച്ചു വരുമോ, തിരിച്ചു വരാനുള്ള വഴി അറിയോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് അവര് വിടാത്ത. പക്ഷെ എനിക്കത് ബക്കറ്റ് ലിസ്റ്റിലുണ്ട്, ഒന്ന് ഒറ്റയ്ക്ക് പോയി ഒന്ന്. ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്. കുറച്ച് പേടികളൊക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് പോയാൽ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും. അതായത് ഷോസിനൊക്കെ ഒറ്റയ്ക്ക് പോവും, പക്ഷെ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് പോണ കൂടെ ആൾക്കാരുണ്ട്. അതെ, അത് ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാ എന്ന് പറയുന്ന എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. കുറച്ചും കൂടി അത് ഏത് സ്ഥലമായിരിക്കും? അങ്ങനെ ഉണ്ടോ? അതൊന്നുമില്ല. ഞാൻ കൊറേ നാളായിട്ട് നേപ്പാളില് പോണം. അപ്പൊ വീട്ടുകാർ പറഞ്ഞു ആദ്യം അടുത്തുള്ള വല്ല ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യൂ, എന്നാ നമുക്കൊന്ന് ഓടിയെത്താനെങ്കിലും പറ്റും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. നേപ്പാളിലേക്ക് കുട്ടിമാവ. ആഗ്രഹങ്ങളൊക്കെ വലുതാണ്, നമുക്ക് ആഗ്രഹിക്കുമ്പോ അതിന് ലിമിറ്റ്സ് ഇല്ലല്ലോ. അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇഫ് നോട്ട് എ സിംഗർ ഇപ്പൊ എന്തായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഐ വുഡ് ഹാവ് ബീൻ എ ഫാഷൻ ഡിസൈനർ ഫോർ ഷുവർ. ഞാൻ ചെയ്തത് അതായിരുന്നു. ഞാൻ കുറച്ച് നാൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്തിരുന്നു. പക്ഷേ ഫാഷൻ ഡിസൈനിങ് പറഞ്ഞപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഡ്രസ്സിങ്, സ്റ്റൈലിംഗ്, എവറിത്തിങ്. ഞാനിപ്പോ അത് എനിക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കണത്. എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒതുക്കി. കവർ സോങ്സിലാണെങ്കിലും അത് ആ മോഡിനനുസരിച്ചിട്ടുള്ള കോസ്റ്റ്യൂംസ് ആയിരിക്കും, വേ ഓഫ് ആക്സസറീസ് ഒക്കെ ആണെങ്കിലും അത് വെരി നൈസ്. ഞാൻ കുറച്ച് സിമ്പിൾ സ്റ്റൈലാണ് ഇഷ്ടം. പിന്നെ ഓരോരുത്തർക്കും ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. ഞാൻ കുറച്ച് ഈ മിനിമലിസ്റ്റ് അങ്ങനത്തെ ഒരു ആളാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യാൻ ഇഷ്ടമല്ല. പക്ഷെ ദർ ആർ സം പീപ്പിൾ ഹൂ ഡു ദാറ്റ് വെരി വെൽ. ചിലവർക്ക് അത് പുൾ ഓഫ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. ഇപ്പൊ ലെയറിങ്ങും ഒരുപാട് ആക്സസറീസ് ഒക്കെ ഇട്ട് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു സ്റ്റൈലാണ് നിങ്ങൾ എന്നെ കാണുന്നത്. എന്ത് സ്റ്റൈലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയില്ല. മോഡലിങ്ങിനൊക്കെ താല്പര്യം ഉണ്ടോ? ഇൻട്രസ്റ്റഡ് ആണോ? മോഡലിംഗ് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. അങ്ങനെ അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും. ഇത് ഇടയ്ക്കിങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്യുന്നല്ലാതെ മേ ബി ഒരു 3-4 സെഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു കോൺഫിഡൻസ് വരില്ല. ഇപ്പൊ ഐ എം ലൈക്ക് തിങ്കിങ് എനിക്ക് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്.
വലിയ കുഴപ്പമില്ല. മ്യൂസിക് കമ്പോസിംഗ് കമ്പോസിങ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളിൽ നിൽക്കുക. മെയിൻ ആയിട്ട് എനിക്ക് ലിറിക്സ് എഴുതാൻ അറിയില്ല. ഇഫ് ഐ ഹാഡ് ദാറ്റ് തിങ് മേ ബി കുറച്ചുകൂടി ഈസി ആയേനെ. അപ്പോൾ ഇങ്ങനെ ട്യൂൺസ് ഒക്കെ മനസ്സിലേക്ക് വരും, അതിങ്ങനെ വെറുതെ ഇങ്ങനെ വോയിസ് റെക്കോർഡിൽ ഇട്ട് വെക്കും. പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്തിട്ടില്ല ഒന്നിനെയും. അങ്ങനെ കുറച്ച് കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്, സ്കാറ്റർഡ് ആയിട്ട് കിടക്കുക. അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒരു സോങ് ആക്കി സ്ട്രക്ചർ ചെയ്യണം. ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും പഠിച്ചിട്ടില്ല. അതിനൊന്നും ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഞാൻ വയലിൻ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു, പിന്നെ അത് പകുതിക്ക് വെച്ച് നിർത്തി. ഇനിയിപ്പോ കീബോർഡ് പഠിക്കണം എന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. ദാറ്റ്സ് ഓൺലി ബിക്കോസ് അത് എനിക്ക് ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കാനുള്ള ഭയങ്കര ക്രേസ് കൊണ്ടല്ല, പക്ഷെ അത് നമ്മുടെ വോക്കൽസിന് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്നിങ്ങനെ. പണ്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല, അറിഞ്ഞിരുന്നെങ്കിൽ മേ ബി കുറച്ചുകൂടി നേരത്തെ പഠിക്കാനൊരു ശ്രമം നടത്തിയേനെ. ഇപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി മൾട്ടി ടാസ്കിങ് ഉണ്ടല്ലോ, കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതിന് വേണ്ടി ടൈം ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ചെയ്യണം അത്. ഞാൻ എന്താ വെച്ചാൽ മോളെ പഠിപ്പിക്കുകയാണ്, അവൾ അത്യാവശ്യം പാടും. അപ്പൊ ഇപ്പൊന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലല്ലോ, പഠിക്കുക മാത്രമല്ലേ വേണ്ടു. അപ്പൊ ഞാൻ അത് പറഞ്ഞ അവളെ, നീ കീബോർഡ് പഠിച്ചോ, നീ കീബോർഡ് വായിക്കുന്നു, അമ്മ പാടുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. വോക്കൽസിനെ നേരത്തെ പറഞ്ഞപ്പോ വോക്കൽ ഹൈജീൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും അതിന് പ്രിക്കോഷൻസ് പോലെ? വാം അപ്സ് മാരത്തിയുള്ള കുറച്ച് വാം അപ്പ് എക്സസൈസസും അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യും. പിന്നെ യൂഷ്വലി തണുപ്പ് കഴിക്കാതിരിക്കുക അങ്ങനത്തെ. എനിക്ക് തണുത്ത വെള്ളം പണ്ടേ പ്രശ്നമായിരുന്നു. അപ്പൊ ഞാൻ തണുത്ത വെള്ളം കുറെ വർഷങ്ങളായിട്ട് സെൻസിറ്റീവ്, പെട്ടെന്ന് തൊണ്ട പ്രശ്നം വരും. അപ്പൊ ഞാൻ തണുത്ത വെള്ളം എന്താ പറയാ, പുറത്തൊക്കെ പോയി ഷോസ് ചെയ്യുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ടാവുമല്ലോ ക്ലൈമറ്റ് വൈസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടേക്ക് കെയർ ചെയ്താൽ മതി. അതായത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ജസ്റ്റ് ട്രൈ ടു സ്റ്റേ വാം. പിന്നെ നമ്മൾ കഴുത്തിന്റെ ആ ഒരു ഭാഗം, ചെവി, മെയിനായിട്ട് ചെവിയാണ്. നമ്മൾ ഇവിടെ തണുപ്പ് കാറ്റടിക്കുമ്പോഴാണ് നമ്മുടെ ഇത് എഫക്റ്റ് ആവുക. അപ്പൊ കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ കുറെ കാലങ്ങളായിട്ട് വാം വാട്ടറാണ് കുടിക്കുന്നത്. അതെനിക്ക് ഇഷ്ടമായിട്ടാണ് കേട്ടോ. നമ്മൾ വാം വാട്ടർ കുടിച്ച് ഇഷ്ടമായിട്ടുള്ളതുകൊണ്ട് എപ്പോഴും ഐ ട്രൈ ടു ഹാവ് വാം വാട്ടർ, അല്ലെങ്കിൽ നോർമൽ വാട്ടർ. ഇപ്പൊ വാം വാട്ടർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ. പക്ഷെ തണുത്ത വെള്ളം കുറെ വർഷങ്ങളായിട്ട് ഞാൻ കുടിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാനൊരു 8th സ്റ്റാൻഡേർഡിലോ 9th സ്റ്റാൻഡേർഡിലോട്ട് നിർത്തിയതാ. പിന്നെ ഞാൻ തണുത്ത വെള്ളം കുടിച്ചിട്ടില്ല. അപ്പൊ പുറത്തു പോയി അങ്ങനെ ജ്യൂസൊന്നും കുടിക്കില്ല. എന്താ വെച്ചാൽ എല്ലാത്തിലും ഒരു ഐസ് ഒക്കെ ഇടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സ്പെസിഫിക്കലി പറയും ജ്യൂസ് അങ്ങനെ കുടിക്കാൻ തോന്നുകയാണെന്ന് പറയും, ഐസ് ഇടാത്തത്, ഐസ് വെള്ളം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വെറും സാധാ വെള്ളത്തിലൊക്കെ ജ്യൂസ്. അപ്പൊ കാണുന്നവരായിരിക്കും എന്തിനാ ജ്യൂസ് കുടിക്കുന്നത്, എന്റെ മെയിൻ ജീവിതം ഇതാണ്. സോ അതിനെ കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ. പിന്നെ പറഞ്ഞ മാതിരി ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള രീതിയിലുള്ള കുറച്ച് ഫുഡും, മെയിൻലി വാം വാട്ടറിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവാർഡ്സിനെ കുറിച്ചിട്ട് കേൾക്കണം, കാരണം എത്ര തന്നെയാണെങ്കിലും പ്രേക്ഷകരുടെ അവാർഡാണ് ഏറ്റവും വലിയ അവാർഡ്. അത് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയൊരു ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യം തന്നെയാണ്. നമ്മൾ പാടുന്ന പാട്ടുകളൊക്കെ പ്രേക്ഷകർ അത് ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ എനിക്ക് ജന്മഭൂമി അവാർഡ് കിട്ടിയിട്ടുണ്ട്, കലിയിലത്തെ വാർത്തകൾ എന്ന് പറഞ്ഞ സോങ്. നല്ല പാട്ടാണ്, ദുൽഖർ ഡിക്യു. അതെ, ഡിക്യുവിന്റെ സായി പല്ലവി. അത് പറഞ്ഞിട്ട് അവാർഡ്സിലോട്ട് എനിക്ക് ആ പാട്ട് പെട്ടെന്ന് വാർത്തിങ്കളേ നിൻചാരേ നീലാമ്പലായി ഞാൻ വന്നേ, തന്നെത്താനെ നിന്നിൽ ചേരും പുഞ്ചിരിത്തു വെണ്ണിലാവോ, അഴകേ നിൻ ചിരികൾ പൊഴിയൂ പതിയേ, അരികേവൾ നിൻ തണലായി നിഴലായി കഴിയേ, മാറിക്കാറേ നീ വന്നിടലേ ഇന്നു വാനിന്മേലേ, തിങ്കൾ ചാരേ വന്നു മെല്ലെ മേഘച്ചില്ലെറിഞ്ഞതാരേ, കനവേ നിൻ കണ്ണിൽ തൂവും ചിരിയാൽ പുൽകിടും നേരം
നിലവിൽ നിന്നോരോ രാവും പകലിൻ പൂവായി മാറിയിടും പ്രിയനേ, നിറയൂ നീ എന്നുള്ളിൽ അകലേ, മറയല്ലേ എൻ സന്ധ്യേ. നല്ല രസമുള്ളൊരു അല്ലേ, കൊറേ മോഡുലേഷൻസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ അങ്ങനെ. അതില് ഇത് കുറച്ചൊരു ചെറിയ ലൈറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ ഒരു സാധനം ഉണ്ട്, എന്നാൽ ഫുൾ വെസ്റ്റേണും അല്ല, അങ്ങനെ ഒരു മിക്സ് ഇതാണ്. അവാർഡ്സിലൂടെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കലയിലത്തെ ഇതിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുമാതിരി പുതുമഴയ്ക്ക് നാഫ് അവാർഡ്സും KMFA അവാർഡും കിട്ടിയിട്ടുണ്ട്. പിന്നെ വനിതാ അവാർഡ്സ് നമ്മുടെ തുടക്കം മോസ്റ്റ് പോപ്പുലർ സോങ് അങ്ങനെ അങ്ങനത്തെ കുറച്ച് അവാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ സൈമയിലും അതിലൊക്കെ ഇങ്ങനെ നോമിനേഷൻസ് വന്നിട്ടുണ്ട്. കലയിലത്തെ സോങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുന്ന നോമിനേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഫിലിം ഫെയറും അതിലൊക്കെ നോമിനേഷൻസിൽ വന്നിട്ടുണ്ട്. ഫാമിലിയെ കുറിച്ച്? ഫാമിലി, ഞാൻ, ഹസ്ബൻഡ്, മോള് ഇപ്പോ ഷീസ് ഇൻ 5th സ്റ്റാൻഡേർഡ്, 11 years old. ഹസ്ബൻഡ് ടെക്കിയാണ്, ട്രിവാൻഡ്രത്തെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ആളാണ് ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. ലൈക്ക് ആഫ്റ്റർ മൈ പേരൻസ് പുള്ളിയാണ് ഈ പാട്ട് കണ്ടിന്യൂ തന്നെ ചെയ്യണം. ബേബി ആയതിനു ശേഷം എനിക്ക് ലൈക്ക് അവളായതിനു ശേഷം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്, ഇനി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ. 4 മാസമായപ്പോ നീ എന്തെങ്ങനെ വീട്ടിലിരിക്കുന്നത്, നീ തുടങ്ങിക്കോ നിന്റെ റെക്കോർഡിങ് അത്. അപ്പൊ ഞാൻ ചല്ല ഇവിടെ വെച്ച് അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞ ആ ഒരു പുഷൊക്കെ തന്നത് ആളാണ്. പിന്നെ പേരൻസും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ലൈക്ക് നമുക്കൊരു ഫാമിലി സപ്പോർട്ട് വേണം ഇൻഡസ്ട്രിയിൽ നമ്മൾ നിൽക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവളൊരു സ്റ്റേജ് വരെ വലുതാവുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവരെല്ലാവരും അവരെ കൊണ്ടാവുന്ന വിധത്തില് ആ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം നമുക്ക് കുറച്ചും ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ, സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ആഫ്റ്റർ മാരേജ് ആ ഒരു സപ്പോർട്ടാണ് ഒരു ലേഡിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ. അതെ, അത് ഞാനത് അങ്ങനെ എക്സ്പെക്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അങ്ങനത്തെ കണ്ടീഷൻസും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അലയൻസ് വന്നപ്പോൾ ആൾക്ക് പാട്ട് ഇതൊക്കെ ഇഷ്ടമാണ്, അത് കണ്ടിന്യൂ ചെയ്യണം ഇഷ്ടമാണ് എന്നുള്ളൊരു കണ്ടപ്പോ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഇതിന് മതി. അങ്ങനെ ഇങ്ങോട്ട് അതിനോട് ഒരു താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോ പിന്നെ റിജക്ട് ചെയ്യാൻ there is no other reason. അപ്പോ ദാറ്റ് ഹാസ് ബീൻ എ സ്ട്രോങ് സപ്പോർട്ട്. ആള് പാട്ട് പാടുവോ? അല്ല, ആള് പാട്ടൊന്നും പാടില്ല. പക്ഷെ ഭയങ്കര അതായത് ശരിക്കൊരു മൂവി ലവറാണ്. പാട്ട് മാത്രല്ല, എന്നെക്കാട്ടിലും കൂടുതൽ മൂവിനെ കുറിച്ച് നോളജ് ശരിക്കും പറഞ്ഞ ഹസ്ബൻഡാണ്. അതായത് അതിന്റെ ഡയറക്ടർ ആരാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്, ഇതൊക്കെ ആള് നോട്ട് ചെയ്ത് വെക്കും. ഈ പറഞ്ഞ കാര്യം ഓരോ സിനിമകൾക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്, ഓരോ പാട്ടുകൾക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്, അതൊക്കെ ഞാൻ പിന്നെയും പണ്ട് പാട്ട് പാടിയിട്ടുള്ള ആൾ ആരാന്ന് മാത്രമേ ഒബ്സർവ് ചെയ്തിരുന്നു. ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നതിന് ശേഷമാണ് ലിറിസിസ്റ്റും കമ്പോസേഴ്സിനെ കുറിച്ച് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്. ആള് പക്ഷെ വളരെ ചെറുതിലേ തൊട്ട് ഇതെല്ലാം അറിയാം. ഭയങ്കര ഇഷ്ടമാണ് മൂവി എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര പാഷനേറ്റ് ആണ്. അപ്പോൾ എല്ലാം ആളിങ്ങനെ എല്ലാം പാട്ടിനും ഇങ്ങനെ കമന്റ് ഒന്നും പറയുന്നില്ല. പക്ഷെ ഏതെങ്കിലുമൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ അത് വന്ന് പറയും. അപ്പൊ അവിടുന്ന് ഒരു കോംപ്ലിമെന്റ് കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കോംപ്ലിമെന്റ്. അങ്ങനെ വെറുതെ നമ്മളെ അസലായിട്ട് നന്നായിട്ട് അങ്ങനെ പറയുന്ന ഒരാളല്ല. ഇപ്പം പറഞ്ഞല്ലോ ആഫ്റ്റർ മാരേജ് ആണ് കൂടുതലും അവസരങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയത്. എനിക്ക് തോന്നുന്നു കുറെ ലേഡീസിന് അങ്ങനെ കിട്ടാത്ത കുറെ പേരുണ്ട്. അവരുടെ അടുത്തൊക്കെ പറയാൻ എന്താണ് ഒരു ജസ്റ്റ് ഒരു അഡ്വൈസ് പോലെ? പാഷൻ ഉണ്ട് കൂടെ, അറ്റ് ദ സെയിം ടൈം വീട്ടിലെ സാഹചര്യങ്ങൾ കാരണമായിരിക്കാം അവര് നമ്മുടെ ഈ ഒരു പാഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെ കിട്ടണതൊരു ഭാഗ്യമാണ്. ഫോർ സം റീസൺ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ്, നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ബിക്കോസ് നമ്മളിപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ഇഫ് യു ഹാവ് ഓൾറെഡി ഡിസൈഡഡ് ഞാൻ ഇതാണ് പ്രൊഫഷനായിട്ട് എടുക്കാൻ പോകണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു വിധത്തിൽ നമുക്ക് ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാം. തിരിച്ച് ബാക്ക് ടു നമ്മുടെ പ്രൊഫഷനിലേക്ക് വരാം, പാഷനിലേക്ക് വരാം. അതെ, നമ്മൾ ആദ്യമേ ഇതാണ് എൻ്റെ പ്രൊഫഷൻ, എൻ്റെ ഒരു പ്രൊഫഷൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് എന്നുള്ളത് ആദ്യമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ബട്ട് ഇഫ് യു ആർ മേക്കിംഗ് എ ചോയ്സ് വെദർ യു വോണ്ട് ദ ഫാമിലി ലൈഫ് ഓർ പ്രൊഫഷൻ, ദാറ്റ്സ് വെയർ ദ പ്രോബ്ലം ഇസ്. എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇഫ് യു ഹവ് ഡിസൈഡഡ് ഫാമിലി ലൈഫ് മതി, ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ പ്രൊഫഷൻ, അങ്ങനെയാണെങ്കിൽ അതിൽ നമ്മൾ ഒതുങ്ങിക്കൂടാൻ നോക്കുക. പക്ഷെ അറ്റ് സം പോയിന്റ് നമുക്ക് ഒരു റിഗ്രറ്റ് വന്നു തുടങ്ങും, അയ്യോ ഞാൻ പാട്ട് അങ്ങോട്ട് എടുത്തില്ലല്ലോ എന്നുള്ളത്. സോ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു പരിധി വരെ നമ്മുടെ എല്ലാം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്കൊരു ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്.
യുവർ പ്രയോറിറ്റീസ് മാറ്റർ. ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റി ഉണ്ടാവും ലൈഫിൽ. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സിംഗർ ആവണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രയോറിറ്റൈസ് ഒന്നും ചെയ്തിട്ടുണ്ട്. ആഗ്രഹം ഉണ്ടായിരുന്നു, ഇഫ് ഇറ്റ് ഹാപ്പൻസ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്നുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റിൽ പോയിരുന്ന ആളാണ്. പക്ഷേ ഐ വാസ് ഫോർച്ചുനേറ്റ് ഇനഫ് അതിനെ എൻകറേജ് ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെ കിട്ടി, എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി, റൈറ്റ് കൈൻഡ് ഓഫ് എൻകറേജ്മെൻറ്റ്. അതായത് എൻ്റെ പേരൻസ് എങ്ങനെയാണോ എന്നെ അത്രയും നാളും സപ്പോർട്ട് ചെയ്ത് അതേപോലത്തെ ഒരു ഫാമിലി എനിക്ക് കിട്ടി. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതൊക്കെ ഈ പാട്ട് പാടാനുള്ള കഴിവൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗോഡ് ആണ്. അപ്പൊ നമ്മളത് കളയാതെ ഇരിക്കുക. എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമില്ലല്ലോ. അത് ഏത് ആർട്ട് ഫോം ആണെങ്കിലും, ഡാൻസ് ആണെങ്കിലും, വരയ്ക്കാനുള്ള കഴിവാണെങ്കിലും അതൊരു കഴിവാണ്. ഭഗവാൻ നമുക്ക് തരുന്നൊരു അനുഗ്രഹമാണ്. അപ്പൊ അത് മാത്രമല്ല കല്യാണം വരെ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്ന ആള് പിന്നെ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോഴും അതൊരു നമ്മൾ എവിടെയെങ്കിലും അറ്റ് സം പോയിന്റ് ഓഫ് ടൈം യു വിൽ ഫീൽ സാഡ് അബൌട്ട് ഇറ്റ്. എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റിൽ ജീവിക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ നമ്മൾ നമ്മുടെ പാഷൻ കൊണ്ട് നടക്കുക. ആൻഡ് ഇപ്പൊ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ നമുക്ക്. It is not necessary that you have to do a stage show or you have to sing in the films. നമുക്ക് നമ്മുടെ ക്രിയേഷൻസ് ഇപ്പോൾ പോർട്രേ ചെയ്യാൻ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക്. സോ if they are not being allowed to do a stage show or something, try it on different platforms where nobody can complain about. Correct. ഇപ്പൊ നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പഴയ പോലെ അല്ല. അതെ അതെ അതെ. അപ്പം നമുക്ക് അറ്റ് വൺ പോയിന്റ് അവർക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ യു ആർ സോ പാഷനേറ്റ് അബൌട്ട് ഇറ്റ്, ഡു ഇറ്റ് എന്ന്. നമ്മുടെ വർക്ക് കണ്ട് ദർ ആർ ടൈംസ് വെൻ യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ്. അങ്ങനെയും സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ ഒരു സാധനം അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നോ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് അവരെത്തും. അവർ പറയും ഓക്കെ റൺ ബിഹൈൻഡ് യുവർ പാഷൻ എന്ന് പറയും. അപ്പോൾ അത് നമ്മുടെ ഒരു മിടുക്ക് പോലെ ഇരിക്കും. അത് നമ്മളെങ്ങനെ പ്രസന്റ് ചെയ്യാറുണ്ടോ? മാനിഫെസ്റ്റേഷന്റെ ഞാനിപ്പോ ഈ അടുത്താണ് എന്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്നുള്ളത്. ഐ വാസ് നോട്ട് അവെയർ ഓഫ് ഇറ്റ്, ടു ബി വെരി ഫ്രാങ്ക്. പിന്നെ ആഗ്രഹിക്കാറുണ്ട് ഓരോന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത്. പിന്നെ മാനിഫെസ്റ്റോ അറിയാത്ത സമയത്ത് തന്നെ ഓൾറെഡി മാനിഫെസ്റ്റോ ഐ വാസ് ഡൂയിങ് ഇറ്റ് അൺനോയിങ്ലി. അപ്പൊ ഇപ്പൊ ഓരോരുത്തർ വരുമ്പോ ഇങ്ങനൊരു സാധനം ഉണ്ട്. ഈ പറഞ്ഞ മാതിരി പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ റിസർച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. മേ ബി ഐ വാസ് ലക്കി ഇനഫ് ദാറ്റ് ഐ ഡിഡ്ന്റ് റിയലൈസ് ഇറ്റ്. ചിലപ്പോ അത് എല്ലാവരുടെയും ഒരു ഫേസ് കൂടെ പോകുന്നുണ്ടാവും. ഒരു കണക്കിനത് അറിയാത്തതും നല്ലതാ. നമുക്കത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ടെൻഷനായിട്ട് ഓവർ തിങ്ക് ചെയ്ത് ചിലപ്പോൾ അതിനെ ടൂ മച്ച് ഇൻഫർമേഷൻ ഇസ് ഓൾസോ എ പ്രോബ്ലം. അത് ഐ റെഡ് ഇറ്റ് സംവെയർ. അത് കറക്റ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഫാമിലി സപ്പോർട്ട് തന്നെ അഗൈൻ ഐ വിൽ ഹാവ് ടു ഹൈലൈറ്റ് ദാറ്റ്. നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് മാറ്റേഴ്സ് എ ലോട്ട്. അതുകൊണ്ടും കൂടി ആയിരിക്കും ഞാൻ ഇതൊന്നും അറിയാഞ്ഞ്. മേ ബി ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ഇറ്റ്. എല്ലാ ഇന്റൻസിറ്റി ഡിഫറെന്റ് ആയിരിക്കും ഓരോരുത്തർക്ക്. പക്ഷെ നമുക്ക് ആ സമയത്ത് ഒരു നല്ല സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ മേ ബി യു ആർ നോട്ട് റിയലൈസിങ് ഇറ്റ്. കറക്റ്റ്. അപ്പൊ നമുക്ക് ഏതായാലും മൈൻഡ് അപ്പ് ചെയ്യാണ്ട് സമയമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിച്ചു അല്ലേ? യൂഷ്വലി സംസാരിക്കാത്ത കുറച്ച് ടോപ്പിക്സ് അതല്ല, അപ്പൊ കുറെ അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിയണല്ലോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. Thank you so much for having me here. അപ്പൊ all the very best wishes for all your upcoming projects. Thank you so much. എനിക്ക് നല്ലൊരു ഒരു ഇന്റർവ്യൂ പോലെ തോന്നിയില്ല. ജസ്റ്റ് വെരി ഫ്രണ്ട്ലി ചിറ്റ് സെഷൻ. ഇന്റർവ്യൂ പോലെ ചെയ്യാനും അറിയില്ല. That's good. ഭയങ്കര ഫോർമൽ ആവാത്ത രീതിയിൽ നമ്മൾ ഭയങ്കര കാഷ്വൽ ചിറ്റ് ചാറ്റ് മാതിരി ജസ്റ്റ് ഷെയറിങ് യുവർ തോട്ട്സ്. കറക്റ്റ്. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായില്ല. ഇനി അടുത്ത ഇന്റർവ്യൂവിൽ എന്താണെങ്കിലും ഒരു കമ്പോസർ ആയിട്ട് വരട്ടെ. അത് മാനിഫെസ്റ്റ് ചെയ്യൂ. തുടങ്ങാം. ഓക്കെ ഡിയർ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മീനാക്ഷി. താങ്ക് യു.